السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. വഴിവിളക്കിലെ സഹോദരി സഹോദരന്മാരെ, സവാൽ ജവാബിലേക്ക് തലശ്ശേരി കിണവക്കലിൽ നിന്ന് സലീം ചോദിച്ചിട്ടുള്ള ചോദ്യം: തറാവീഹ് നമസ്കാരത്തിനിടയിൽ ഇടക്കുള്ള വിശ്രമ സമയങ്ങളിൽ ദിക്ർ, ദുആ എന്നിവ നടത്തുന്നതിന്റെ വിധി എന്താണ് എന്നതാണ്. ഈ വിഷയകമായി പറയാനുള്ളത്, ചില സ്ഥലങ്ങളിൽ സംഘടിതമായി നടത്തപ്പെടുന്ന ഇടങ്ങളുണ്ട്, അല്ലാതെ ചെല്ലുന്നവരുമുണ്ട്. ആദ്യം നമുക്ക് തറാവീഹ് നമസ്കാരത്തിന്റെ 2 റക്അത്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 4 റക്അത്തിനിടയിൽ പിന്നെ 8 റക്അത്ത് കഴിഞ്ഞ് അതാണുള്ള വിശ്രമ സമയം എന്ന് പറയുന്നത് ദീർഘിച്ച് നമസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ. അത്തരം സ്ഥലങ്ങളിൽ സംഘടിതമായ പല വ്യത്യസ്ത ദിക്റുകൾ, വ്യത്യസ്തമാകാൻ കാരണം നബിയിൽ നിന്ന് പ്രത്യേകമൊന്നും വരാത്തതുകൊണ്ടാണ്, വ്യത്യസ്തമായ ദിക്റുകൾ പലയിടങ്ങളിലും ചെല്ലപ്പെടുന്നത് കാണാൻ സാധിക്കും. സൗദി അറേബ്യയിലെ ലജ്നത്ത് ദായിമയുടെ 5316 നമ്പർ ഫത്വയിൽ ഇത് സംബന്ധമായ ഒരു ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടി: ചില സ്ഥലത്ത് ചില ആളുകൾ തറാവീഹ് നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് സലാത്തുൽ ഖിയാം അസാബക്കുമുല്ലാഹ്, രാത്രി നമസ്കാരത്തിലേക്ക് വരിക, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നതും, ഇമാമ് അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ് എന്ന് ശബ്ദമുയർത്തി ഇമാമ് പറയുന്നതും, അത് കേൾക്കുന്ന മഅ്മൂമിങ്ങൾ നബിയുടെ പേരിൽ സലാത്ത് ചെല്ലുന്നതും, സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും 2 റക്അത്തും മറ്റും കഴിയുമ്പോൾ ശബ്ദമുയർത്തി ചൊല്ലുന്നതും കുല്ലു ഹാദാ മിനൽ ബിദഇൽ മുഹ്ദസ, ഇതൊക്കെ പുതുതായി ഉണ്ടാക്കപ്പെട്ട അനാചാരങ്ങളിൽ പെട്ടതാകുന്നു എന്ന് മറുപടി കാണാൻ സാധിക്കും. അപ്പൊ ഇതുപോലുള്ള പല സംഗതികളും പല നാടുകളിൽ നടക്കും. നമ്മുടെ നാട്ടിലും ഇതിന്റെ ഇടയിലോ മറ്റോ സമയങ്ങളിലായി സമസ്തക്കാരുടെ പള്ളികളിൽ ഹദ്ദാദ് എന്ന് പറയുന്ന സാധനങ്ങളും വേറെ എന്തൊക്കെ ചെല്ലാറുണ്ട്. അപ്പൊ ഇതൊന്നും നബിയിൽ നിന്ന് അങ്ങനെ ഒരു സംഗതിയും സ്ഥിരപ്പെട്ടിട്ടില്ല. നബിയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ ഖുലഫാ റാഷിദുകളിൽ നിന്നോ മദ്ഹബിന്റെ ഇമാമുകളിൽ നിന്നോ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ മജ്മൂ' ഫത്താവ 30/44 എല്ലാ ഈ 2 റക്അത്തിനുമിടയിൽ ഉള്ള സംഘടിതമായ ദിക്റിനെ സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി: ഇവിടെ ചോദ്യകർത്താവ് ചോദിക്കുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അദീം എന്നിങ്ങനെയൊക്കെയുള്ള ദിക്റുകൾ സംഘടിതമായി ചെല്ലുന്നതിനെ സംബന്ധിച്ചാണ്. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി: ഹാദൽ അമലു ബിദ്അ വ മുൻകറുൻ ലാ യജൂസു ഫിഅലുഹു, ഇത് ബിദ്അത്തായ ഒരു പ്രവൃത്തിയാണ്, എതിർക്കപ്പെടേണ്ടതാണ്, ചെയ്യുന്നത് അനുവദനീയമല്ല. എന്നിട്ട് എല്ലാ ബിദ്അത്തും വഴികേടാണ് എന്നും മറ്റുമുള്ള ഹദീസുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം പറയുന്നു: ഹാദൽ അമലു ബിദ്അത്തുൻ ലം യഫ്അൽഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അസ്ഹാബുഹു, ഇത്തരം കാര്യങ്ങൾ നബിയോ സഹാബത്തോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ബിദ്അത്തായ പ്രവർത്തനമാണ്. ഫൽ വാജിബു തർക്കുഹു വ തൗബത്തു ഇലല്ലാഹി സുബ്ഹാനഹു മിമ്മാ സലഫ മിൻ ദാലിക, അതുകൊണ്ട് അനിവാര്യമായത് ഈ പ്രവൃത്തി ഉപേക്ഷിക്കുകയും നേരത്തെ ചെയ്തുപോയ കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയുമാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ഈ ചോദ്യകർത്താവിന് മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോ ഏതായിരുന്നാലും 2 റക്അത്ത് കഴിഞ്ഞായാലും 4 റക്അത്ത് കഴിഞ്ഞായാലും ഇനി എല്ലാ ഇടപാടുകളിലാണെങ്കിലും ഇങ്ങനെയുള്ള പ്രത്യേകമായ ദിക്റുകളോ കാര്യങ്ങളോ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നിലക്കും സ്ഥിരപ്പെടാത്ത കാര്യമായതുകൊണ്ട് അത് ബിദ്അത്താകുന്നു എന്നതാണ് സംഘടിതമായി അവ നിർവഹിക്കുന്നത്. ഇനി രണ്ടാമതായി ചർച്ച ചെയ്യാനുള്ളത് തറാവീഹിന്റെ സലാം വിട്ടലുകൾക്ക് ശേഷം ഇടയിൽ ഒറ്റക്ക് അങ്ങനെ ചൊല്ലാൻ പാടുണ്ടോ എന്നതാണ്. സുഡാനിൽ നിന്ന് ബിലാൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദിച്ചിട്ടുള്ള ചോദ്യവും മറുപടിയും നമുക്ക് കാണാം. അതിൽ ചോദ്യകർത്താവ് ചോദിക്കുന്നത്, ചില ആളുകൾ തറാവീഹ് നമസ്കാരത്തിന്റെ 2 റക്അത്തുകൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചൊല്ലുന്നതായി കാണുന്നു: നസ്അലുല്ലാഹൽ ഹുദാ വർ-റിള വൽ അഫ്വ അമ്മാ മള, അല്ലാഹുവിനോട് ഹുദയും അല്ലാഹുവിന്റെ തൃപ്തിയും കഴിഞ്ഞുപോയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അഫ്വ്, മാപ്പ്, വിട്ടുവീഴ്ചയും ഞങ്ങൾ ചോദിക്കുന്നു എന്ന ഒരു ഒറ്റവാക്കിലുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിന് ഷെയ്ഖിന്റെ മറുപടി: മാ ലഹ അസ്ലു ലൈസ ലി ഹാദാ അസ്ലു, ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല, ഒരു അടിസ്ഥാനവും ഈ സംഗതിക്കില്ല. അപ്പോൾ അവിടെ ജമാഅത്തായി ചെല്ലുന്നതിനെ കുറിച്ചല്ല ചോദ്യം. അൽ ബഅദു മിനൻ നാസി യദഊന, ജനങ്ങളിൽ നിന്നുള്ള ചില ആളുകൾ ഇങ്ങനെ ചെല്ലുന്നതായി കാണുന്നു എന്നാണ്. ഇനി സംഘടിതമാണെങ്കിൽ ഏതായാലും ഇല്ല. ഇനി ഒറ്റയ്ക്ക് ചെല്ലുകയാണെങ്കിലോ ഇങ്ങനെ ഒരു ദിക്ർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുആ നബിയോ സഹാബത്തോ ചെല്ലിയതായി അതിനും രേഖകളില്ല. എന്നാൽ ഇവിടെ ഇബ്നു ബാസ് അതിനിടയിൽ വമൻ ദഅ ഫലാ ബഅസ ബിമാ യസ്സറല്ലാഹു മിനദ് ദുആ, എന്നാൽ ഒരാൾ പ്രാർത്ഥനകളിൽ നിന്ന് അയാൾക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുത്തതെന്തോ അത് പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല. വൈന്നമാ ലൈസ ഹുനാക ദുആഉൻ ഖാസുൻ ബൈന തസ്ലീമത്തൈൻ, 2 സലാമുകൾക്കിടയിൽ ഒരു പ്രത്യേകമായ ദുആ ഇല്ല എന്ന് അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും. വലാകിൻ മൻ ദഅ ഫലാ ഹറജ്, അപ്പോൾ ഒരു പ്രത്യേകമായ ദുആ അല്ലാതെ ഒരാൾ അതിനിടക്ക് പ്രാർത്ഥിച്ചാൽ കുറ്റമില്ല, കുഴപ്പമില്ല എന്നാണ് ഇബ്നു ബാസ് അതിനിടയിൽ പറയുന്നത്. എന്നാൽ പ്രത്യേകമായ ഒരു ദുആ ഇല്ല. പക്ഷേ ഇബ്നു ബാസിന്റെ ഈ അഭിപ്രായത്തിന് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് തെളിവ് കണ്ടെത്താൻ സാധിക്കുകയില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ദിക്റും ദുആയുമൊക്കെ പൊതുവെ ആകാം എന്ന പൊതു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഷെയ്ഖ് ഇബ്നു ബാസ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നബിയോ സഹാബത്തോ അങ്ങനെ
എന്തെങ്കിലും ദിക്റുകളോ ദുആകളോ ഒറ്റക്കോ ഇനി സംഘടിതമായോ ചെയ്തതായി നമുക്ക് ഹദീസുകൾ ചോദിച്ചാൽ തെളിവായി കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവരിൽ നിന്ന് ഒരു തെളിവും ഈ വിഷയത്തിൽ, അതായത് തറാവീഹിന്റെ ഇടയിൽ ദിക്റുകളോ ദുആകളോ ചെല്ലുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിരുന്നതായി ഒരു തെളിവും കണ്ടെത്താൻ സാധിക്കുകയില്ല. അവർ ഈ സലാം വീട്ടലുകൾക്ക് ശേഷം തറാവീഹിന്റെ ഇടയിൽ ദുആ ഇരുന്നതായോ ദിക്ർ ചൊല്ലിയതായോ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മറിച്ച് അവർ 4 റക്അത്ത് കഴിയുമ്പോൾ വിശ്രമിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് രാത്രി നമസ്കാരത്തിന് സ്വലാത്തു തറാവീഹ് എന്ന പേര് തന്നെ നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പിന്നീട് ദിക്ർ ദുആ എന്നീ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം ഉദ്ധരിക്കപ്പെടണം. അങ്ങനെ വന്നിട്ടില്ല. അതുപോലെ തന്നെ മദ്ഹബിന്റെ ഇമാമുകളും അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ദിക്റുകളോ ദുആകളോ രേഖപ്പെടുത്തിയതായും കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ ഉദ്ധരിക്കപ്പെടേണ്ടതാണ്, ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇനി മാത്രമല്ല, അങ്ങനെ വല്ല ദുആവും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ സമയം ഏതാണ്? അത് ഹദീസുകളിൽ വളരെ വ്യക്തമാണ്. ദുആന്റെ സമയം എന്ന് പറയുന്നത് ഹദീസുകളിൽ പല ഹദീസുകൾ വന്നതുപോലെ സുജൂദിലും, രണ്ടാമത്തേത് സലാം വീട്ടുന്നതിന് മുമ്പ് തശഹുദിന്റെ അവസാന ഭാഗത്തുമാകുന്നു. തശഹുദും സലാത്തും ഒക്കെ കഴിച്ചിട്ട് സ്ഥിരപ്പെട്ട ചില പ്രാർത്ഥനകളുണ്ട്. അതിനൊക്കെ ശേഷം സലാം വീട്ടുന്നതിന് മുമ്പ് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചടക്കമുള്ള പ്രാർത്ഥനകളോ, അല്ലെങ്കിൽ നബിയുടെ ഹദീസിൽ നിന്ന് നീ ഇഷ്ടപ്പെട്ടത് തെരഞ്ഞെടുക്കുക എന്ന ഹദീസിന്റെ ആശയമനുസരിച്ചും ആ സമയത്ത് ഈ 2 സമയങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ. അത് സലാം വീട്ടിയതിനു ശേഷമല്ല, സുജൂദിലും സലാം വീട്ടുന്നതിന് മുമ്പ് തശഹുദിലുമാണ് എന്നതാണ്. ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചതല്ലാതെ പലപ്പോഴും പലരും ഫർള് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ അപ്പോൾ പ്രാർത്ഥന നടത്തുന്നത് കാണാൻ സാധിക്കും. സമസ്തക്കാർ സംഘടിതമായി ദുആ നടത്തുന്നു. കാലാവസ്ഥയനുസരിച്ച് വേറെ ചില ആളുകളുടെ പള്ളികളിൽ, എല്ലാ പള്ളികളിലും ഉണ്ടാവില്ല, ചില പള്ളികളിൽ പിന്നിലുള്ള ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി നടത്തുന്നതും നടത്താതിരിക്കുന്നതും അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ മുജാഹിദ് വിഭാഗങ്ങളുടെ പള്ളികളിൽ ഫർള് നമസ്കാരത്തിന് ശേഷം ഒറ്റക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. അതൊരു സുന്നത്തായി അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്ന സമയമായി മനസ്സിലാക്കി നിർവഹിക്കപ്പെടും. അതേപോലെ തന്നെ തറാവീഹ് നമസ്കാരത്തിന് ശേഷവും ഒരുപാട് ആളുകൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ തറാവീഹ് എന്നില്ല, ഫർള് നമസ്കാരത്തിന് ശേഷമാണെങ്കിലും തറാവീഹിന്റെ ശേഷമാണെങ്കിലും അങ്ങനെ ഒരു കൈ ഉയർത്തിയുള്ള എന്ന് ചില പണ്ഡിതന്മാരുടെ പ്രയോഗമനുസരിച്ച് അല്ലാത്ത നിലക്കുള്ള ഒരു പ്രാർത്ഥനയും ഇസ്ലാം കൽപ്പിക്കുകയോ നബി ചെയ്യുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ ഉദ്ധരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. ഇത് പലപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. പറഞ്ഞു ഒറ്റക്കുള്ള പ്രാർത്ഥനയും ഇല്ലാതാക്കിയോ എന്ന് ചോദിക്കും. ഉള്ളത് ചെയ്താൽ മതി. അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള ആളുകൾക്കാണ് പള്ളിയിൽ നേരത്തെ വന്നാൽ ബാങ്കിനും ഇഖാമത്തിനും ഇടക്ക് പള്ളിയിലിരിക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നമസ്കരിക്കുമ്പോൾ സുജൂദും സലാം വിട്ടുന്നതിന് മുമ്പ് ഉള്ള തശഹുദിന്റെ സമയവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അപ്പോൾ പ്രാർത്ഥിക്കാം. ഇനി ഇത് ഒരു തെളിവ് മാത്രം ഇവിടെ സുജൂദ് നേരത്തെ പലപ്പോഴും എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഫതാവ നൂറുൻ അല ദർബ് എന്ന പ്രോഗ്രാമിൽ ഷെയ്ഖ് ഉസൈമീൻ 24/2 ഇങ്ങനെ കാണാം. അദ്ദേഹത്തോട് സുഡാനിൽ നിന്നുള്ള അബ്ദുൽ നാസിർ എന്ന് പറയുന്ന ഒരാൾ ചോദിക്കുന്നത് ഫർള് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ മറുപടിയിൽ അല്ലാത്തതിനെക്കുറിച്ചും കൂട്ടായ പ്രാർത്ഥനയെ സംബന്ധിച്ചും ഒറ്റക്കുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് ഇത് ഇവിടെ വായിക്കുന്നത്. ചോദ്യകർത്താവ് ചോദിക്കുന്നത് നമസ്കാരത്തിന് ശേഷം സംഘടിതമായ ദുആയെ സംബന്ധിച്ചാണ്. ഇമാം പ്രാർത്ഥിക്കുകയും ബാക്കിയുള്ള ആളുകൾ ആമീൻ പറയുകയും ചെയ്യും. ഈ പ്രാർത്ഥനയ്ക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഉത്തരം ലഭിക്കുമോ? ശൈഖിന്റെ മറുപടി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത് അള്ളാഹുവിലേക്ക് വിടേണ്ട വിഷയമാണ്. എന്നാൽ ഈ പ്രവൃത്തി ബിദ്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചതിന് ശേഷം സഹാബികളെയുമായി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. മറിച്ച് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണയും അല്ലാഹുമ്മ അൻത സലാമു മിൻക സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് തുടങ്ങുന്ന ദിക്റുകളും പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അമ്മാ ബഅദ സ്വലാത്തി ലൈസ ഫീഹി ദുആ, എന്നാൽ നമസ്കാരത്തിന് ശേഷമാകട്ടെ ആ ശേഷമുള്ള സമയത്ത് ഒരു പ്രാർത്ഥനയുമില്ല. ഇല്ലാമാ വറദത്ത് ബിഹി സുന്നത്തു ഫഖത്ത്, സുന്നത്തിൽ എന്താണോ സ്ഥിരപ്പെട്ടു വന്നത് അതല്ലാതെ. വദാലിക ലി അന്നല്ലാഹ തആല അമറ ബഅദ ഇന്തിഹാഇ സ്വലാത്തി ബിദിക്രി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള കാര്യം അവനെ ദിക്ർ ചെല്ലുക എന്നുള്ളതാണ്. അല്ലാഹു തആല ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞു, ഫൈദാ ഖളൈതുമുസ് സ്വലാത്ത ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും, നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനെ നിൽക്കുന്നവരായും ഇരിക്കുന്നവരായും പാർശ്വങ്ങളിലായും അല്ലാഹുവിനെ ദിക്ർ ചെല്ലുക. വലം യഅ്മുർ ബിദ്ദുആ, അപ്പോൾ അല്ലാഹു കൽപ്പിച്ചത് നമസ്കാര ശേഷം ദിക്ർ ചെല്ലാനാണ്, പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചിട്ടില്ല. വൽ അംറു ബിദ്ദുആ യകൂനു ബഅദ തശഹുദിൽ അഖീർ, പ്രാർത്ഥിക്കാനുള്ള കൽപ്പന അവസാനത്തെ തശഹുദിന്റെ ശേഷമാണ്, അതായത് സലാം വീട്ടുന്നതിന് മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തശഹുദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സുമ്മൽ യതഖയ്യർ മിനദ് ദുആഇ മാ ശാഅ. പ്രാർത്ഥനയിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അവൻ തെരഞ്ഞെടുത്തു കൊള്ളട്ടെ. അതായത് തശഹുദ് കഴിഞ്ഞതിന് ശേഷം അവൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പ്രാർത്ഥിക്കാനാണ് നബി കൽപ്പിച്ചത്. സലാം വിട്ടിയതിനു ശേഷം പ്രാർത്ഥിക്കാനല്ല അള്ളാഹു കൽപ്പിച്ചത്, ദിക്ർ ചെല്ലാനാകുന്നു. അതുകൊണ്ട് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം, ഫർള് എന്നില്ല, നമസ്കാരങ്ങൾക്ക് ശേഷം അവിടെ പ്രാർത്ഥനയില്ല. അപ്പൊ മഹല്ലു ദുആഇ ഖബ്ല സലാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനുള്ള സമയം സലാം വിട്ടുന്നതിന് മുമ്പാണ്. ഇതാകുന്നു മതപരമായ തെളിവുകൾ തേടുന്ന കാര്യം. എന്നാൽ സലാം വിട്ടിയതിനു ശേഷം അത് ദിക്റിന്റെ സമയമാണ്. വലഖദ് കാന ബഅദു നാസി യജഅലു ദുആഅ ബഅദ സലാം വഹാദാ ലാ യംബഗി. എന്നാൽ ചില ആളുകൾ പ്രാർത്ഥനയെ സലാം വിട്ടിയതിന് ശേഷമാക്കി മാറ്റിയിരിക്കുന്നു. ഇത് അനുയോജ്യമല്ലാത്ത ഒരു കാര്യമാണ്. അല്ലദി യംബഗി അൻ യകൂന ദുആഉക ഇൻ കാന ലക ദുആഉൻ ഖബ്ല സലാം. നിനക്ക് വല്ല ദുആവും പ്രാർത്ഥനയും നടത്താനുണ്ടെങ്കിൽ അത് സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് ആ പ്രാർത്ഥന നീ നിർവഹിക്കേണ്ടത്, സലാം വീട്ടിയതിനു ശേഷമല്ല. എന്നാൽ സലാം വീട്ടിയതിനു ശേഷം ഫൈൻ കാന മഹല്ല ദിക്രിൻ ഫദ്കുരില്ലാഹ്, അത് ദിക്റിന്റെ സമയമായതുകൊണ്ട് ആണെങ്കിൽ നീ അള്ളാഹുവിനെ ഓർക്കുക. അപ്പൊ പ്രാർത്ഥന സലാം വീട്ടുന്നതിന് മുമ്പ്, ദിക്ർ സലാം വീട്ടിയതിനു ശേഷം. എന്നാൽ ഈ ദിക്ർ എന്ന് പറയുന്നത് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമാണ്. സുന്നത്ത് നമസ്കാരത്തിന് ശേഷം ദിക്റുകളില്ല. അതിവിടെ വീണ്ടും ശൈഖ് സൂചിപ്പിക്കുന്നു, വൈൻ കാന നാഫിലതൻ, നമസ്കാരം സുന്നത്തായ നമസ്കാരമാണെങ്കിൽ ഫലാ അഅലമു അന്നഹു വറദ വഅദൻ നാഫിലതു ദിക്റുൻ ലില്ലാഹി അസ്സ വജല്ല. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം വല്ല ദിക്റും വന്നതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പോ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമാണ്, ശേഷമുള്ളത് ദിക്റാണ്. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ദിക്റുമില്ല. പ്രാർത്ഥന സലാം വീട്ടിയതിന് ശേഷമല്ല, സലാം വീട്ടുന്നതിന് മുമ്പാണ്. അത് ഒറ്റക്കാണെങ്കിലും ജമാഅത്തായിട്ടാണെങ്കിലും എല്ലാം രണ്ടും ഇതിൽ ശൈഖ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ദിക്റില്ല എന്ന് പറഞ്ഞാൽ ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമുണ്ട്, വിത്റിന് ശേഷം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് പറയുക. അത് ശൈഖ് തന്നെ ഫതവ നൂറുൻ അല ദർബ് എന്ന പരിപാടിയിൽ 8/2 ഒരു ചോദ്യത്തിന് മറുപടിയായി വിശദീകരിച്ചത് കാണാൻ സാധിക്കും. നമസ്കാരത്തിന് ശേഷം ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് അത് ഫർള്, സുന്നത്ത് അങ്ങനെ എല്ലാ നമസ്കാരങ്ങൾക്കും ശേഷം പൊതുവായുള്ള ഒരു കാര്യമാണോ, അതല്ല ഫർളിന് മാത്രം ബാധകമായതാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി, സുന്നത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള സംഗതി ഇസ്തിഗ്ഫാർ, അതുപോലെ തന്നെ അല്ലാഹുമ്മ അൻത സലാം മിക സലാം വ ബഖിയത്തുൽ അദ്കാർ, ഇതും മറ്റു ദിക്റുകളുമൊക്കെ ഇന്നമാ തകൂനു ഫിൽ ഫരീദത്തി ഫഖത്ത്, ഈ ദിക്റുകളൊക്കെ ഫർള് നമസ്കാരത്തിന് ശേഷം മാത്രമാണ്. ലിഅന്നല്ലദീന സ്വല്ലൂ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തൽ ലൈലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാത്രി നമസ്കാരം നിർവഹിച്ച സഹാബികൾ ലം യദ്കുറു അന്നഹു ഫഅല ദാലിക ബഅദ അൻ ഖതമ സലാത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നബിയുടെ കൂടെ നമസ്കാരം നിർവഹിച്ച ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം അവസാനിപ്പിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദിക്ർ ചെല്ലാറുണ്ടായിരുന്നു ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലുന്നത് പോലെ എന്ന് അവർ പ്രസ്താവിച്ചിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചില ഹദീസുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, വിത്റിന് ശേഷം യഖൂലു സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയുകയും മൂന്നാമത്തേതിൽ അല്പം ശബ്ദം ഉയർത്തി പറയുകയും ചെയ്യുക എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതല്ലാതെ മറ്റൊരു ദിക്റും വിത്റിന് ശേഷമില്ല, വേറെ ഒരു സുന്നത്ത് നമസ്കാരത്തിന് ശേഷവും ഒരു ദിക്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രാർത്ഥനയുടെ സമയം ഏതാണ് എന്നുള്ളതും നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഇബ്നു ബാസിന്റെ ഫത്വയിലും ഇതേ കാര്യം കാണാൻ സാധിക്കും. നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ച് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ബിദ്അത്താണ് എന്ന് ശൈഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന അൽമനാറി വളരെ മുമ്പ് ഒരു ചോദ്യത്തിന് നമസ്കാരത്തിന് ശേഷം മുജാഹിദ് പള്ളികളിൽ കണ്ടുവരുന്ന കൈ ഉയർത്തിയുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ച് ചോദ്യത്തിന് ശൈഖ് ഇബ്നു ബാസിന്റെ ഈ ഫത്വ എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫർളിന് മാത്രമല്ല സുന്നത്ത് നമസ്കാരത്തിന് ശേഷമാണെങ്കിലും ഇങ്ങനെ പ്രാർത്ഥന സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ആ ഫത്വയിലും ശൈഖ് ഇബ്നു ബാസ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ വളരെ കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആളുകൾ ചെയ്യുന്നതോ നമ്മുടെ താല്പര്യമോ അല്ല ഇവിടെ പരിഗണിക്കേണ്ടത് എന്നർത്ഥം. തെളിവുള്ളത് അംഗീകരിക്കുക, സുന്നത്തായതിനെ സ്വീകരിക്കുക, ബിദ്അത്തായതിനെ ഒഴിവാക്കുക, തെളിവില്ലാത്തത് വെടിയുക എന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മാർഗം. അല്ലാഹു അഅലം. സുബ്ഹാനക അല്ലാഹുമ്മ